ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. പിന്നെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല, വലിയ മെനക്കേടുമില്ല. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. ഇനി ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കോഴിമുട്ട വേണം. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ അളവിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 4-5 ഒക്കെ കോഴിമുട്ട മതിയാവും. ഞാനൊരു 6 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു 6 കോഴിമുട്ടയിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മധുരം നോക്കിയിട്ട് നിങ്ങൾ എടുക്കുന്ന മുട്ടയ്ക്കനുസരിച്ചിട്ട് മധുരത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡ് പൊടിയാണ്. അപ്പോൾ ഞാൻ മുമ്പ് സ്നാക്സ് ബ്രെഡ് പൊടി കോട്ട് ചെയ്തിട്ടുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കിയ സമയത്ത് ബാക്കി വന്നിട്ടുള്ള കുറച്ച് ബ്രെഡ് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 4 ബ്രെഡും കൂടെ പൊടിച്ചെടുത്തിട്ടാണ് ഈ ഒരു ബ്രെഡ് പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്കൊരു 3.5-4 കപ്പിന് അടുത്തായിട്ട് ബ്രെഡ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് പൊടിക്ക് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല. നമ്മൾ മിക്സാക്കി എടുക്കുന്ന സമയത്ത് ഒന്ന് ടൈറ്റായി വരുന്ന ആ ഒരു പാകത്തിന് ബ്രെഡ് പൊടി എടുത്താലും മതി. അപ്പോൾ ഒരു 4-5 കോഴിമുട്ടൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചെറിയ പാക്കാണെങ്കിൽ 1/2 പാക്കൊക്കെ പൊടിച്ചിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ബ്രെഡ് പൊടിയൊക്കെ മിക്സാക്കി വന്നപ്പോൾ അത്യാവശ്യം കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് 1/2 കപ്പ് പാല് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയുടെ അളവ് കുറച്ചിട്ട് 1 കപ്പ് പാലാക്കിയിട്ടും ചേർത്ത് കൊടുക്കാം. കുറച്ചൊരു കട്ടിക്ക് തന്നെയാണ് ഈ ഒരു ബാറ്റർ ഉണ്ടാവുക. അങ്ങനെയാകുമ്പോൾ ഓവറായിട്ട് സോഫ്റ്റായിട്ട് പോവുകയില്ല, കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് കാണാനൊരു ഭംഗിക്കും ഇടയ്ക്കൊന്ന് കടിക്കാനും വേണ്ടിയിട്ട് കുറച്ച് ചെറിയും കുറച്ച് ഈത്തപ്പഴവും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തീർത്തും ഓപ്ഷനിലാണ്, ഒരു നിർബന്ധവും ഇല്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു സോസ് പാനോ അല്ലെങ്കിൽ ഒരു കുക്കറോ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നെയ്യ് എല്ലാ ഭാഗത്തേക്കും സൈഡിലേക്കും താഴ്ഭാഗത്തേക്കൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് ആ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി ഒന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. ഇനി ഈ നെയ്യിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങക്ക് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല, മുകളിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ ഈ ഒരു തേങ്ങ കൂടെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് ബ്രൗൺ കളറായി പോവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് റോസ്റ്റായി കിട്ടിയാൽ മതി. തേങ്ങ ഏകദേശം മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മൊരിയിച്ചെടുക്കാം. പിന്നെ ഈ ഒരു പലഹാരത്തിൽ തേങ്ങ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങയുടെ അളവ് ഇത്ര കൂടുതൽ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം. അപ്പോൾ തേങ്ങ ഏകദേശം ഈ ഒരു പാകത്തിലാണ് കിട്ടേണ്ടത്. ഒരുപാട് ബ്രൗൺ കളറായി പോവേണ്ട ആവശ്യമില്ല. ഈ ഒരു പാകത്തിനായാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ഒരു മിക്സിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിയും മുന്തിരിയും അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ റോസ്റ്റ് ചെയ്തതും കൂടെ ചേർത്ത് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി അതേ സോസ് പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് താഴ്ഭാഗത്തും സൈഡിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം കട്ടിയിലാണ് ഈ ഒരു ബാറ്റർ ഉള്ളത്. അപ്പോൾ ഈ ഒരു കട്ടിയിൽ തന്നെ റെഡിയാക്കി എടുക്കുക. ഇനി അഥവാ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ടൈറ്റാക്കി എടുത്താലും മതി. ഇനി ഒരുപാട് ഓവറായിട്ട് ടൈറ്റായിട്ടുണ്ടെങ്കിൽ കുറച്ച് പാലും ഒഴിച്ചിട്ട് ലൂസാക്കി എടുത്താലും മതി. ഇനി മുകൾ ഭാഗം ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഒന്ന് വിതറി കൊടുക്കാം. അപ്പോൾ മുകളിൽ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ തേങ്ങ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബാറ്ററിൽ തേങ്ങ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓവറാക്കി പ്രസ്സാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം വേവിച്ചെടുക്കാം. അപ്പോൾ വേവിക്കുന്ന സമയത്ത് ഈ ഒരു പാനിൻ്റെ
താഴ്ഭാഗത്ത് അലുമിനിയത്തിൻ്റെ എന്തെങ്കിലും അടപ്പുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ പഴയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അതോ വെച്ച് കൊടുക്കാൻ മറക്കരുത്. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഏകദേശം 30 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നോക്കാം. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ മുകൾ ഭാഗം തൊട്ട് നോക്കുമ്പോൾ നല്ല സെറ്റായിട്ട് അത്യാവശ്യം കട്ടിയായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി മുകൾ ഭാഗം ഒന്ന് കളർ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് നെയ്യ് സ്പ്രെഡാക്കിയിട്ട് അതിലേക്ക് മറിച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബ്രെഡ് വെച്ചിട്ട് അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ. താങ്ക് യു.